നമുക്കറിയുന്നത് പോലെ പലരും ഈ പരാതികൾ ഉന്നയിച്ച പലരും പോലും ജീവനില്ലാത്ത സാഹചര്യത്തിലേക്ക് മാറിയ അത്രയും ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. മനാഫ് നമുക്കൊപ്പം ചേരണം. മനാഫ്, നിങ്ങൾ നേരിട്ട് ചർച്ചയിൽ ഇരിക്കാമെന്ന് പറഞ്ഞു, പക്ഷെ അതിന് പോലും കഴിയാത്ത രീതിയിൽ വളരെ സങ്കീർണമായിട്ടുള്ള അങ്ങനത്തെ ഒരു ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് എന്നാണ് അറിയുന്നത്. അതും ധർമ്മസ്ഥലയുമായിട്ട് ബന്ധപ്പെട്ട് അത്തരം വളരെ നിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിലേക്കാണോ എത്തിയിരിക്കുന്നത്? ഇന്ന് രാവിലെ ഞങ്ങള് ഇതിന്റെ പിന്നില് പോരാടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം അനീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മലയാളി സുഹൃത്ത്, അദ്ദേഹത്തിന്റെ പിതാവിനെ വണ്ടി ഇടിച്ച് കൊന്ന ഒരു പ്രശ്നമാണ്. അപ്പൊ ഈ കേസ് നമ്മൾ കർണാടകയിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, കർണാടകയില് ശുചീകരണ തൊഴിലാളി ഭീമ കൊടുത്ത പരാതി തന്നെ ലീക്കായതാണ്. ആ ലീക്കായ സ്ഥിതിക്ക് ഈ കേസും ഇങ്ങനെ ഒരു പരാതി നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത്, അത് ലീക്കാവാൻ സാധ്യത കൂടുതലാണ്. കർണാടക പോലീസിനെ ആ കാര്യത്തിൽ ഓൾറെഡി അലംഭാവം കാണിച്ചു കഴിഞ്ഞത് സ്ഥിതിക്ക് ഇനി കേരള പോലീസിനെ നമ്മൾ സമീപിക്കുകയാണ്. അങ്ങനെ ഓൾറെഡി ഇന്ന് രാവിലെ മുതൽ അനീഷിന്റെ എല്ലാ ചാനലിലും ഇന്റർവ്യൂ വന്നോട് കൂടിയിട്ട് ഇന്ന് വൈകുന്നേരത്തോട് കൂടിയിട്ട് ഇവിടുത്തെ സിറ്റുവേഷൻ ആകെ മോശമായി. ഇനി അനീഷിന് ഇവിടെ കർണാടകയില് ധർമ്മസ്ഥലയിൽ വെച്ച് നിന്ന് കഴിഞ്ഞാൽ അനീഷിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. അതുകൊണ്ട് എന്താക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ജസ്റ്റിസ് ഫോർ സൗജന്യ കൂട്ടായ്മ എല്ലാവരും കൂടി ഒരു തീരുമാനം എടുത്ത് എത്രയും പെട്ടെന്ന് കേരളത്തിലേക്ക് നമ്മൾ കടക്കുക എന്നുള്ളതാണ് ഇനിയുള്ള ആകെ ഉള്ളത്. ഇതൊരു സാഹസികമായ ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പം ഉള്ളത്. അവിടുത്തെ ധർമ്മസ്ഥലയിലെ സിറ്റുവേഷൻ വളരെ മോശമാണ്. ഞങ്ങളിപ്പോൾ ഏകദേശം കേരള ബോർഡർ കടന്നിക്കണ്. അതുകൊണ്ട് ഇപ്പൊ ഈ ഒരു വിചാരിച്ച മാതിരി നിങ്ങളെ ചാനൽ ചർച്ചയിൽ ഇരിക്കാൻ കഴിഞ്ഞില്ല. സിറ്റുവേഷൻ ഇങ്ങനെയാണ് ഉള്ളത്. അതെ, എനിക്ക് മനസ്സിലായി മനാഫ്. അത് എത്രത്തോളം നമ്മളൊരു വാർത്ത എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതിന്റെ ഒരു വളരെ അത്യന്തം ഗൗരവമായ ഒരു കാര്യത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നതിന് മാനിക്കുകയാണ്. പിന്നാലെ ഒരു വാഹനം വരുമ്പോ വരെ പേടിക്കുന്ന ഒരു അവസ്ഥയിലുള്ളത്. ഇപ്പൊ ഞങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വാഹനം ചെറിയ 5 ആളിൽ ഇരിക്കാൻ തന്നെ കഷ്ടിക്കുന്ന സ്ഥലത്ത് 6 ആളെ കൂട്ടിയിട്ടാണ് കേരളത്തിലേക്ക് കടക്കുന്നത്. അപ്പം ഇത്ര ഭയാനകമായ ഒരു സിറ്റുവേഷനാണ് ഈ വിഷയത്തിലുള്ളത്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഈ ചെയ്ത പ്രവൃത്തിക്ക് ഒരു റിസൾട്ട് ഉണ്ടായി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് ഈ വിഷയം പരാതിപ്പെടാന് മുന്നോട്ട് വന്ന് ഇതുപോലെ തന്നെ ഒരുപാട് മലയാളികൾ ഇനിയും വരാൻ സമ്മതം അറിയിച്ചിട്ടുണ്ട്. മനാഫ്, ഇത് നിങ്ങൾ കേരള പോലീസിനെ ഈ വിവരം അറിയിച്ചോ? ഇങ്ങനെ ഒരു അപകടകരമായ സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കേരളത്തിലേക്ക് വരുമ്പോൾ ഇത് ഇവിടുത്തെ പോലീസിനെ അറിയിച്ചോ? MP സന്തോഷിനെ അറിയിച്ചിട്ടുണ്ട്. സന്തോഷ് സാർ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. കണ്ണൂരുള്ള MP ആണ്. അപ്പൊ അദ്ദേഹത്തിനെ അറിയിച്ചിട്ടുണ്ട്. നാളെ രാവിലെ ഒരു 10 to 11 ഇടയിൽ നമ്മളിപ്പോ സ്റ്റേഷനിൽ ഈ പരാതി കൊടുക്കും. പരാതി കൊടുക്കുന്നതോട് കൂടിയിട്ട് കേരള ഗവൺമെന്റിന് ഈ വിഷയത്തിൽ ഇടപെടാൻ നിർബന്ധിതരാവും. അവര് ഇടപെടാൻ എല്ലാ ചാൻസും ഉണ്ട്. അങ്ങനെ ഇടപെട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അനീഷ് കൊടുക്കണ ഈ പരാതിക്ക് ഒരു ആധികാരികത വരും ചെയ്യും. ഈ പരാതിക്കാരെ നമുക്ക് കേരളത്തിൽ എന്താ പറയാ കൊണ്ടുവരാനും പറ്റും. എല്ലാ കാര്യങ്ങളും തീർച്ചയായിട്ടും. മനാഫ്, അനീഷിനോടൊന്ന് സംസാരിക്കാൻ പറ്റുമോ? അനീഷ് ഉണ്ടോ കൂടെ? ഓക്കെ, അനീഷിന് ഞാൻ കൊടുക്കാം. അതിനു മുമ്പേ വിനോദ് മേക്കോത്തുമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാധ്യമ പ്രവർത്തകൻ വിനോദ് മേക്കോത്ത്